ബിൻസി അത് തന്നെയാണ് നമ്മൾ ചോദിക്കണം. നിങ്ങൾ ഇഷ്ടംപോലെ മറുപടികൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ കണ്ടന്റുകളൊന്നും നമുക്ക് കാണാനായിട്ട് കിട്ടുന്നില്ല. അതെന്താ നിങ്ങൾ ഫുൾ ടൈം 24 hours ഇരുന്ന് കാണും. ഇത് എഡിറ്റഡ് ആയിട്ടുള്ള പരിപാടിയൊന്നും അല്ല. എല്ലാ ഈ ലൈവും എഡിറ്റഡ് ആണ്. നമ്മളൊരാളെ ലൈവായിട്ട് 24 മണിക്കൂറും കാണിക്കുന്നില്ല. ഇത്രയും കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ ലൈവിലാണേലും ഈ എഡിറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് വരുന്നത്. അത് നിങ്ങൾ പറയണേ. അത് ഞങ്ങളാ പറയണേ. മാത്രം 24 മണിക്കൂർ ഒരു രീതിയിലും കാണിക്കുന്നില്ല. അവിടെ 1072 ക്യാമറ ഇല്ലേ ബ്രോ? പക്ഷെ സ്ക്രീൻ പറഞ്ഞല്ലേ ഉള്ളൂ, ഒരു സ്ക്രീനിലല്ലേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് ചോദിക്കാം, എന്നോട് ചോദിക്കാം. നിങ്ങൾ ചോദിക്കണം. കിട്ടി കഴിഞ്ഞാൽ പോകും. തീർന്നോ? ഞാൻ വീട്ടിലോട്ടൊന്ന് പോയിക്കോട്ടെ. ജിസേലിനെ സംബന്ധിച്ച് ജിസേല് ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞു. ഇനി ചോദിച്ചാൽ ഞാൻ പറയത്തില്ല. ഇത് ക്വസ്റ്റ്യൻ മാത്രമല്ല, ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചില്ലേ? പറയണം. ജിസേലിനെ സംബന്ധിച്ച് ജിസേല് ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടല്ലേ വന്ന്. അതിനോട് എന്തെങ്കിലും അസൂയ വന്നിട്ടാണോ അനുമോള് ജിസേലിന്റെ മേക്കപ്പ് ഒക്കെ കട്ടെടുത്തു എന്നൊക്കെ പറഞ്ഞേ? അത് അനുമോളോട് ചോദിക്കണ്ടേ ബ്രോ? അല്ല അനുമോള് വരട്ടെ, അപ്പൊ ചോദിക്കാം. ഇപ്പൊ ബിൻസിക്ക് എന്താ പറയാനുള്ളത്? ചോദിക്കണം. അത്തരം അല്ല അനുമോള് അങ്ങനെ ചെയ്തതൊക്കെ എങ്ങനെയാ കാണുന്നത്? ഞാൻ കണ്ണുകൊണ്ടാണ് മേക്കപ്പ് ഒക്കെ തിരിച്ചു കിട്ടിയോ? എന്റെ എല്ലാം തിരിച്ചു കിട്ടി. പണിപ്പുരയിലെ കുറച്ച് ക്ലോത്ത്സ് ഉണ്ട്, അതുകൂടെ പോരെ. കിട്ടിയില്ലേ? കണ്ടന്റ് കിട്ടിയില്ലേ? അല്ല വണ്ടി വരാത്ത എന്താ? നിങ്ങൾ ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിരിക്കും. ഞങ്ങൾ വണ്ടി വന്നാലേ പോവുള്ളൂ. ബിൻസി ഈ പ്രാവശ്യം ഈ ഒരു സംഭവം വന്നല്ലോ, ഈ ഡ്രസ് മേക്കപ്പ് അതൊക്കെ ഇത് ബിൻസിക്ക് കിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് കിട്ടില്ല, ഇതിന്റെ പണിയാണ്. അല്ല ഒരു കാര്യം ചോദിക്കാണ്ട്, നിങ്ങൾ ഒരാഴ്ച ഒരു ഡ്രസ്സാണ് ഇടുന്നത്? കണ്ടിട്ട് എന്താ തോന്നിയത്? ഏട്ടിന്റെ പണിയായിട്ടുള്ള രീതിയിൽ തോന്നിയത്. അത് ഒരു മനുഷ്യലംഘനമല്ലായിരുന്നോ? സ്വാതന്ത്ര്യ ദിനത്തിന് പോലും. കാരണം വെച്ചാല് ഒരാളെ ഇത്രയും ആദ്യം കുറച്ച് മലയാളം പഠിപ്പിച്ചു കൊടുത്തേ. അതിശേഷം വിടണോ മലയാളം പഠിപ്പിക്കാൻ? നേരത്തെ ഉണ്ടാകുന്ന സീസണുകളിൽ വെച്ചിട്ട് ഒരു നിലവാരം കുറഞ്ഞതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് കണ്ടന്റുകൾ ക്രിയേറ്റ് ആവുന്നില്ല, കണ്ടന്റ്സുകൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മത്സരാർത്ഥി എന്ന നിലയിൽ? ആരങ്ങനെ പറഞ്ഞേ? പ്രേക്ഷകർ അല്ലാണ്ട് അവിടെ പോണവര് പറയില്ലല്ലോ, പ്രേക്ഷകരാണ് പറയുന്നത്. മത്സരാർത്ഥി എന്ന നിലയിൽ ബിൻസിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ പറയാൻ ചേട്ടാ, ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും എനിക്ക് ആൻസർ പറയാൻ ഐ എം ഇൻട്രസ്റ്റഡ്. നമുക്ക് പറയാം, നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും വീണ്ടും പോകാൻ പറ്റട്ടെ. ഓക്കെ, ബൈ. ഇവിടെ വരെ വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളെയൊക്കെ ഞാനിപ്പൊ ആലപ്പുഴയ്ക്ക് പോകും, അവിടുന്ന് നേരെ റേഡിയോയിലേക്ക് കോട്ടയത്തായി. ഞാൻ റേഡിയോന്ന് ലീവ് എടുത്തിട്ടല്ലേ പോകുന്നത്. ഞാൻ ഫുൾ ടൈം അവിടെ കാണും. ആർജെ ബിൻസിനെ നാളെ കേൾക്കാൻ പറ്റും. ഇനി ബിൻസിന്റെ ലൈഫ് എങ്ങനെയായിരിക്കും? മാറ്റം ഉണ്ടാവോ അതോ ഇതേപോലെ തുടങ്ങാൻ? എന്ത് തോന്നുന്നു? തമിഴ് ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. തമിഴ് ബിഗ് ബോസിൽ എന്ത് ബിഗ് ബോസിലൊക്കെ പോകാൻ ആഗ്രഹമുണ്ട് ബിൻസിന്. ആഗ്രഹം ഉണ്ടെന്നാ? നമുക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ലല്ലോ ആൻസർ പറയുന്നുണ്ടോ? ആഗ്രഹമുണ്ട്. അപ്പൊ ബിൻസിക്ക് ആഗ്രഹമുണ്ടോ? അതിനെ കുറിച്ച് ഞാൻ പറയാം. ബിൻസി ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് ഫോൺ കിട്ടിയിട്ട് ആദ്യം ഇറക്കം വിളിച്ചത് ആദ്യത്തെ കോള് ആദ്യം ചാച്ചനെ വിളിച്ചു. അച്ഛൻ? അതെ, ചാച്ചൻ എന്ന് പറഞ്ഞ അപ്പൻ. ചാച്ചനെ വിളിച്ചു, സംസാരിച്ചു. അമ്മ എന്താ പറഞ്ഞു? അമ്മയെ കുറിച്ച് പറയാൻ സംസാരിക്കണമായിരുന്നു. ആ അമ്മയും ചാച്ചനും ഒക്കെ വൻ സപ്പോർട്ടാണ് എന്റെ എല്ലാ കാര്യത്തിലും. അത് കാരണം നമ്മള് വളരത്തില്ലല്ലോ. മറ്റേ ഫോണൊക്കെ ഉപയോഗിക്കാതിരിക്കുന്ന വളരെ ഒരു പ്രോബ്ലം ഒരു കാര്യമില്ല. അതൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? അതിനെ കുറിച്ച് ഞാൻ പറയാം, ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം. ഡ്രൈവർ ഭയങ്കര മോശമാട്ടോ, കൈ നിങ്ങളെ കണ്ട് പേടിച്ചിട്ടാ നിങ്ങൾ നിർത്തും. നിങ്ങൾ വണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോകും, ഞങ്ങൾ കൂടെ വന്നൊന്നുമില്ലല്ലോ. വിളിക്കാൻ സമയം തരും. തീർച്ചയായും വിളിച്ചോ. എന്തിനാ സ്പേസ് കളയുന്നേ? ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ? പുള്ളിക്കാരൻ ബിഗ് ബോസിൽ അറിയില്ല. ഞാൻ പോട്ടെ. ഇൻസ്റ്റാഗ്രാമില് നിങ്ങൾ എല്ലാരും കയറി ആർജെ ബിൻസിൽ നോക്ക്, ഫോളോവേഴ്സ് കൂടുന്നോടാ പറയാൻ പറ്റും. ഞാൻ എന്റെ കയ്യിൽ ഫോണിപ്പോ കിട്ടിയതേ ഉള്ളൂ, ഞാൻ എന്നാ പറയാനാ? പോയിക്കോട്ടെ, ഇനി ഞാൻ പോയിക്കോട്ടെ. ചെലവൊന്നുമില്ലേ? മാറി, ഞാൻ പോട്ടെ. ബിഗ് ബോസിൽ അല്ലല്ല, ഞാൻ ബിഗ് ബോസിൽ ഇടണമെന്ന് വിചാരിച്ചു മേടിച്ചോണ്ട് ഒരു ബ്രിക്കൻ സ്റ്റോക്കിന്റെ ചെരുപ്പാണിത്. ഇടാൻ പറ്റില്ല. എന്തെങ്കിലും അവിടെ കൊടുത്തിട്ടൊന്നുമില്ലല്ലേ? ബിഗ് ബോസ് ഞാൻ കുറച്ച് കണ്ടന്റ് കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഇല്ല, ഈ ഹൃദയം അങ്ങനെ ചുമ്മാ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതില് ഇപ്രാവശ്യം എന്തായാലും പ്രണയം ഉണ്ടാവും അതിനുള്ളിൽ. ഒരു പ്രണയം മടക്കുന്നുണ്ടോ? നോ ഐഡിയ. എന്നാലും തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും പ്രണയിക്കാം? നോ ഐഡിയ. പ്രണയം ഉണ്ടാവോ ഇപ്രാവശ്യം?
നോ ഐഡിയ. ഓക്കെ, കേരളത്തിലല്ലോ ലോൺ അടിക്കാൻ. എങ്ങനെ ഇതിനകത്തൊരു ഐഡിയയുടെ സിം ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യോ ചേട്ടാ? അയ്യോ, ആർജിയുടെ ബിൻസി പെറ്റിയെടുത്ത് ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്തായിരുന്നു. ഞാൻ വോട്ട് ചെയ്തല്ലേ? ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടോ? കണ്ടുള്ള പോലെ തോന്നുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ടോട്ടെ സംസാരിക്കുന്ന ആളാണ്. പോസിറ്റീവ് ആണോ അല്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇത് കേട്ടപ്പോ പോസിറ്റീവ് ആയിട്ട് തോന്നിയോ? അറിയില്ല. ഭയങ്കര പോസിറ്റീവാ, ഭയങ്കര പോസിറ്റീവാ. അത് ഞാൻ ഓപ്പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഗായ്സ് എന്റെ ബ്ലഡ്. ഉറങ്ങുന്ന സമയത്തുള്ള ഒരു ടാസ്ക് ഉണ്ടല്ലോ, അത് പേടിച്ചായിരുന്നു ശരിക്കും? ഇല്ല ഇല്ല, വണ്ടി ഉറങ്ങി പോകുന്നുള്ള ഭയം ഇല്ല, ഉണ്ടായിരുന്നു. ഒരു പഴയനായിരുന്നു. അവിടെ എല്ലാരും ഫ്രണ്ട്സ് ആണ്. So, ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് എന്നാലും ആരോടെങ്കിലും ഒരാളോട് ഇഷ്ടം ഇല്ലാത്തുണ്ടാവല്ലോ. ഇല്ല, അങ്ങനൊന്നും ഇല്ല. എല്ലാവരുമായിട്ടും കമ്പനിയാണ്. പിന്നെ നമ്മൾ അധികം കൂട്ടുകൂടി വൈബ് ചെയ്യാനല്ലല്ലോ അവിടെ പോകുന്നത്. എത്രയൊക്കെ നമ്മൾ കൂട്ടാണെങ്കിലും ഗെയിമാണ് നമ്മൾ എല്ലാവരെയും മനസ്സിലായത്. ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ വന്ന ആൾക്കാരാണ്. ഒരൊറ്റ ട്രോഫിക്ക് വേണ്ടിയാണ് എല്ലാരും അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ രേണു അവസാനം വരെ ഉണ്ടാവോ? അത് നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കും. ആര് വിൻ ചെയ്യാന്നാണ് മിൻസ് കരുതുന്നത്? നോ ഐഡിയ. ഇല്ല. ഓക്കെ, വിൻസിക്ക് ആർജി ആവാനൊരു ഞാൻ ബിഗ് ബോസ് കേൾക്കില്ല. വിത്ത് പേയ്മെന്റ് ഞാൻ പറയാം നിങ്ങളുടെ വാങ്ങുന്നത് ഗായ്സ്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് തമ്മിലിടാനല്ലേ? അതുപോലെ കുറച്ചുകൂടെ പെർഫോം ചെയ്യാനും തോന്നിയേ ഈ വിഷയം വന്നപ്പോഴത്തേനും തോന്നുന്നില്ല. അതിനുള്ള മറുപടിക്ക് ഞാൻ ഇവിടെ കൊടുത്തു. ഇവരുടെ അടുത്ത് ആ വിഷയം മേടിച്ചിടണം കേട്ടോ. ആദ്യം ഇന്റർവ്യൂ വിളിച്ചിരുന്നു. ഇന്റർവ്യൂ കുറച്ചുപേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നു. എന്റെ ബ്രദറിന്റെ അടുത്തായിരുന്നു ഫോൺ. നോക്കണം, ഒന്നും നോക്കിയിട്ടില്ല ഇതുവരെ. എപ്പിസോഡ്സ് കണ്ടിട്ടില്ല, എല്ലാം കാണണം. ഇന്റർവ്യൂ വരും വിൻസി. പിന്നെ എല്ലാവർക്കും Free ആയിട്ട് കിട്ടും. അതൊക്കെ ഞാൻ എല്ലാവർക്കും തരുന്നുണ്ട്. ഫ്രീ ആയിട്ട് തരോ ഇന്റർവ്യൂ? നമ്മള് പാവപ്പെട്ടവരാ. അനീഷിന്റെ ചൊറിയൽ ഇഷ്ടമാണോ ഉറപ്പാണോ? ആ? അനീഷിന്റെ ചൊറിയൽ ഇഷ്ടമാണോ ഉറപ്പാണോ? പറഞ്ഞ ഈ അനീഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം നമ്മുടെ ഭയങ്കര ഇഷ്ടം പറ്റി പുറത്ത് നിന്ന ഒരാളാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ നാക്കുടക്കുന്നത്. ഇഷ്ടം പിടിച്ചു പറ്റിയ ഒരു ക്യാരക്ടറാണ് കോമഡർ ആയിട്ടുള്ള ആള്. അത്രയും ഒരു ഹാർഡായിട്ട് നിങ്ങളോട് സംസാരിച്ചപ്പോഴും എനിക്ക് അനീഷിന്റെ സൗണ്ട് ബിഗ് ബോസിൽ കണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളുടെ അവസ്ഥ ഞാൻ ആലോചിച്ചു. അപ്പൊ അനീഷിന്റെ ആ ഒരു ഗെയിമിംഗ് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര തീർച്ചയായിട്ടും പുള്ളി. എന്നെ സംബന്ധിച്ച് ഞാൻ ബിഗ് ബോസ് കാണുന്നതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു? അകത്ത് ആ ക്ഷമിച്ചത് ഇത്ര നാളും ക്ഷമിച്ചത് എങ്ങനെയായിരുന്നു? അതിനുള്ള മറുപടി ഞാൻ ബിഗ് ബോസിൽ വെച്ച് തന്നെ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. എപ്പിസോഡ്സ് കണ്ടാണല്ലേ? പറ, ഞാൻ എന്താ പറഞ്ഞത്? ലൈവ് ഞാൻ കണ്ടിട്ട് ബ്രോ, ദിസ് ഈസ് ചീറ്റിംഗ് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ എന്റെ കെർവില് ഞാൻ പോണെന്ന് വിചാരിച്ചു. പക്ഷെ അത് കുഴപ്പമില്ല. മിൻസിക്ക് വേണ്ടി മറ്റേ ഫാൻസ് അസോസിയേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്താ നോക്കിയാലോ? അറിയില്ല. ഡ്രൈവർ ബൈ ആലോചിച്ചു. അപ്പൊ ഫൈനലി കാണാം. ഓക്കെ.